മലയാള സിനിമയിൽ ഇപ്പം നടക്കുന്ന ഒരു ട്രെൻഡുണ്ട്, ലൈക്ക് താരങ്ങൾ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പം അത് വളരെ വിസിബിളാണ്. അതിപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇപ്പം എമ്പുരാൻ്റെ പ്രസ് മീറ്റിൽ ഗോകുലൻ ടോവിനോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആ പേര് മാറിപ്പോയി, അത് ടിനോവോ എന്ന് പറഞ്ഞു പോയി. അപ്പം തന്നെ പൃഥ്വിരാജ് പറയുന്നൊരു കാര്യമുണ്ട്, ബേസിലിനുള്ളതായി. ലൈക്ക് ഇതിപ്പം വളരെ വിസിബിളായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ്ങോ എന്താ ഇതിന് പറയേണ്ടതെന്ന് അറിയില്ല. ആ ഒരു സംഭവം വളരെ വിസിബിളാണ്. ഇപ്പം നമുക്ക് ആ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒക്കെ നമുക്ക് അതിൻ്റെ കമൻറ്റ് ഒന്ന് എടുത്താൽ ആൾക്കാർ വന്ന് മെൻഷൻ ചെയ്യുന്നത് ബേസിലിനെ ഇരിക്കും. ആ രീതിയിൽ, കാരണം ഇത് അങ്ങനെ ഒരു താരങ്ങൾ തമ്മിലുള്ളൊരു സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ഒരു കണക്ഷൻ ബോണ്ട് അത് വളരെ വൈറലാണ്. ഇപ്പം ഇത് തുടങ്ങിയത് ശരിക്കും മരണമാസം എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ പൂജയുടെ സമയത്ത് ടോവിനോയ്ക്ക് പൂജാരി വിളക്ക് കൊടുക്കാതിരിക്കുന്ന ആ ഒരു സാഹചര്യം തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. അന്ന് ബേസിൽ തന്നെയാണ് ചിരിച്ച് മറിഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ ഒരു ലീഗ് വന്ന് ഒരു മത്സരം നടക്കുന്ന സമയത്ത് കേരളയില് ഇതേപോലെ ഫൈനലിലാണ്. അപ്പം ഫൈനലിൽ നിൽക്കുന്നത് ഈ ഫോഴ്സ കൊച്ചിയും കാലിക്കറ്റ് ടീമുമാണ്. അപ്പോൾ കാലിക്കറ്റാണ് കപ്പെടുക്കുന്നത്. അപ്പോൾ ബേസിലിന് ഈ ഒരു പ്ലെയർ കൈ കൊടുക്കാതെ നേരെ പൃഥ്വിരാജിന് കൈ കൊടുത്തു. അപ്പം അവിടെ നിന്നാണ് ഇത് ഭയങ്കര ട്രെൻഡായിട്ട് ഈ ഒരു ഉടനെ സഞ്ജു സാംസൺ എടുത്ത് പോസ്റ്റ് ചെയ്തു. അപ്പോഴാണ് അത് കൂടുതൽ വൈറലായത്. പിന്നെ ആ സമയത്താണ് സൂക്ഷ്മദർശിനി എന്നുള്ള സിനിമ ഏകദേശം ആവുന്നത്. ആ സമയത്ത് ഇതിന്റെ കമന്റ് ഇട്ടിട്ട് നസ്രി എത്തി. അപ്പോൾ ഇത് ഒരു മൂവി പ്രൊമോഷൻ രീതിയിലേക്കും കൂടി ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അല്ലെങ്കിൽ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതും വിസിബിൾ ആണ്. നമ്മൾ മുമ്പ് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ താരങ്ങളെ പറ്റി പൊതുവെ ഫാൻ ഫൈറ്റ് ഒരുപാടുണ്ടല്ലോ. അതല്ലാതെ തന്നെ പല താരങ്ങളും മറ്റു പല താരങ്ങളെ ഒതുക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ മലയാള സിനിമയിലെ പല കോക്കസുകൾ തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കൊച്ചി ബേസ്ഡ് ആയിട്ട് ഇങ്ങനെ മറിഞ്ഞൊക്കെ, മുമ്പ് കോടമ്പാക്കം ആയിരുന്നു ബേസെങ്കിലും ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിലേക്കാണ് ഈ ന്യൂജൻ പിള്ളേർ വന്നിട്ട് അല്ലെങ്കിൽ ന്യൂജൻ താരങ്ങൾ വന്നിട്ട് ഭയങ്കര രസമുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും അവർ പരസ്പരം ഉള്ള ഒരു ബോണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഒക്കെ അത് കാണാൻ നല്ല രസമാണ്. ഇപ്പം ഇന്റർവ്യൂസ് ആണെങ്കിലും ട്രെൻഡായി മാറുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ആ ഒരു ട്രെൻഡിങ്ങിലേക്ക് എത്തുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് സംഭവം തന്നെയാണ്. ടീമായിട്ട് ഇവർ വന്നിരിക്കുന്നു, ലൊക്കേഷൻ്റെ കാര്യങ്ങൾ പറയുന്നു. ചിലപ്പോൾ അതിൽ സിനിമയെക്കുറിച്ച് പറയുന്ന ഭാഗം വളരെ ചെറുതായിരിക്കും. ബാക്കി അധികവും പറയുന്ന ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തമാശയ്ക്ക് കളിയാക്കി കൊണ്ടിരിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയുടെ ആ ഒരു മുഴുവൻ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നത് ധ്യാൻ ശ്രീനിവാസന്റെ അതുപോലെ തന്നെ ബേസിൽ ജോസഫിന്റെ ഒക്കെ ഒരുമിച്ചുള്ള ഇന്റർവ്യൂസ് ആണ്. അതിൽ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തഗ് തന്നെയാണ്. പക്ഷെ ആരും അതൊരു ഈഗോ ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ധ്യാനോട് അതിൽ പറയുന്നുണ്ട് നിന്റെ സിനിമകളെല്ലാം പൊട്ടുമല്ലേ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ പോലും അത് ധ്യാനും അറിയാം, അതാ കൂളായിട്ട് അങ്ങ് എടുക്കുകയാണ്. തിരിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ സൂക്ഷ്മദർശിനിയുടെ ഇത് നോക്കുകയാണെങ്കിൽ നസ്രിയയും ബേസിലും കൂടി ഇരുന്നിട്ടുള്ള ഒരു കോംബോ ഭയങ്കര വർക്കായിട്ടുണ്ടായിരുന്നു. അതിൽ ചോദിക്കുന്നുണ്ട് ബേസിലിനോട് നസ്രിയയുടെ കാര്യത്തിൽ ഇപ്പം അഭിനയിക്കുന്നതാണോ അതോ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ പ്രൊഡ്യൂസർ എന്ന രീതിയിലാണ്, കാരണം അഭിനയിക്കാൻ അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നസ്രിയും അത് ഭയങ്കര കൂളായിട്ട് എടുക്കുന്ന ആ ഒരു ആംബിയൻസ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയാണ്. ഇപ്പം ലാസ്റ്റിലേക്ക് ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു ഇന്റർവ്യൂല് ഇവരെ ഇന്റർവ്യൂ ചെയ്യുന്നത് ധ്യാനാണ്. സോ അതിൽ വരുന്നത് കംപ്ലീറ്റ് ഒരു എന്താ പറയാ, നീരജ് മാധവാണ് അതിൽ മെയിൻ കഥാപാത്രം വരുന്നത്. അജു വർഗീസ് ആണ്. പിന്നെ അവരെ ഇന്റർവ്യൂ ചെയ്യാൻ ധ്യാൻ എത്തുന്നു. ഇവർ 3 പേരുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നീ എൻ്റെ കല്യാണത്തിന് വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ നീരജ് പറയുമ്പോൾ നീ എന്തുകൊണ്ട് കല്യാണത്തിന് വന്നില്ല, അല്ലെങ്കിൽ നിന്റെ കല്യാണത്തിന് എനിക്ക് വേറെ പണി ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ ധ്യാനിന് അവിടെ പറ്റുന്നുണ്ട്. അത് വളരെ വിസിബിളായിട്ട് കാണുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണെങ്കിലും ഇത് വളരെ വിസിബിൾ ആവുമ്പോൾ മൂവി പ്രൊമോഷനും കൂടി ഇത് മാറുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ചിലപ്പോൾ ഒരു മൂവി വരുന്ന സമയത്ത് തന്നെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടും വളരെ കൂടുതലായിട്ട് വരുന്നത് പോലെ തോന്നുന്നുണ്ട്. അത്തരത്തിലുള്ള ചില പോസ്റ്റുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പം ഒരു മൂവി ഇറങ്ങിയല്ലോ, അപ്പം ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ വിമർശിക്കുന്ന ഒരു ഭാഗമുണ്ട്. പക്ഷേ എത്രയൊക്കെ ഇതിനെ വിമർശിച്ച് മാറ്റിയാലും മറ്റ് ഭാഷകളിൽ ഉള്ളവർ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ഒരു വഴിപാട് നേർന്ന ഒരു കാര്യം നമുക്കറിയാം. ഇപ്പം ലാലേട്ടനും മമ്മൂക്കയും തമ്മിലുള്ളൊരു ബോണ്ടും ലാലേട്ടൻ ഇച്ചാക്ക അല്ലെങ്കിൽ മമ്മൂട്ടിക്ക എന്നൊക്കെയാണ് മമ്മൂട്ടിനെ വിളിക്കുന്നത് എന്നുള്ള ഒരു സംഭവം. അപ്പോൾ അവരുടെ തമ്മിലുള്ള ഒരു ബോണ്ട് മലയാളികളായി നമുക്കറിയാം. പക്ഷേ
മറ്റുള്ള ലാംഗ്വേജിലുള്ളവർ അവർ അത്ഭുതപ്പെടുകയാണ്. അവർ ഈ കാര്യം എമ്പുരാൻ പ്രസ് മീറ്റ് മറ്റ് ലാംഗ്വേജിൽ നടക്കുമ്പോൾ അവരിത് മോഹൻലാലിനോട് ചോദിക്കുകയാണ്. സോ കാരണം അവർക്ക് ഈ ഒരു സ്റ്റാറുകൾ തമ്മിലുള്ള ഒരു ബോണ്ട് അവർക്ക് അത്ര വിസിബിൾ അല്ല, അല്ലെങ്കിൽ അവരത് അത്ര കാണുന്നില്ല എന്നതുകൊണ്ടായിരിക്കും. കാരണം നമ്മൾ ആ സ്റ്റോറി ചെയ്യുമ്പോൾ പോലും മറ്റൊരു സിനിമ ഇൻഡസ്ട്രിയിലും ഇല്ലാത്ത രീതിയിലുള്ള എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം അവിടെ ഒന്നും അത് വിസിബിൾ അല്ല എന്നുള്ളത്. ഇപ്പൊ മുമ്പ് ഈ താരസംഘടനയുടെ ഒരു പരിപാടിക്ക് ഷാരൂഖ് ഖാൻ വന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ആ സമയത്ത് മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം ഇവരെല്ലാവരും ചേർന്ന് സ്കിറ്റൊക്കെ സ്റ്റേജിൽ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഷാരൂഖ് ഖാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വേറൊരു ഇൻഡസ്ട്രിയിലും അവിടുത്തെ സൂപ്പർ താരങ്ങൾ ഒരിക്കലും പോയി ഒരു സ്കിറ്റിൽ ഒരു എന്താ പറയുക തമാശ കഥാപാത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു കോമാളി കഥാപാത്രമായിട്ടോ പൂവാലനായിട്ടോ ഒന്നും അവതരിപ്പിക്കാൻ പോകുന്നില്ല. പക്ഷെ അത് മലയാളത്തിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ടൊവിനോ തോമസും പൃഥ്വിരാജും തമ്മിലുള്ള ഒരു ബോണ്ടും അതുപോലെ തന്നെ ഭയങ്കര വിസിബിൾ ആണ്. കാരണം ഇപ്പോൾ ടൊവിനോയുടെ കരിയറിൽ പല പ്രധാന നിമിഷങ്ങളിലും ഏറ്റവും കൂടുതൽ ഒരു താങ്ങായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിന്നിട്ടൊക്കെ ഉള്ളത് പൃഥ്വിരാജാണ്. അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഒരു വാക്കുകൊണ്ട് മാത്രം കിട്ടിയിട്ടുള്ള കഥാപാത്രത്തിലൂടെ ടൊവിനോ കയറി വന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു ബോണ്ടും ഇവർ എല്ലാ സ്റ്റേജിൽ പോകുന്ന സമയത്താണെങ്കിലും ഒക്കെ ആ രീതിയിലുള്ള സംസാരങ്ങൾ, എന്നാൽ ഇവരൊരു വലിയ റെസ്പെക്റ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ മറ്റൊരാൾ വലുതാണ് അങ്ങനെ വിചാരിച്ചിട്ടല്ല, പരസ്പരം ഈഗോ അടിക്കാതെ വളരെ തമാശയോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നതാണ് വലിയ കാര്യം. ഇപ്പോൾ നമ്മൾ ഈ ഒരു താരങ്ങൾ തമ്മിലുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇവിടെ നടക്കുന്ന ഒരു ഫാൻ ഫൈറ്റ് ഉണ്ട്. അതെ, ലൈക്ക് ഹെൽത്തി ഫാൻ ഫൈറ്റിനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാനില്ല, അത് വളരെ നല്ല തന്നെയാണ്. നമ്മളാണെങ്കിലും ചിലപ്പം മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് തമ്മിലുള്ള ഒരു ചെറിയൊരു തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ അതല്ലാതെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമയെ മോശമായിട്ട് ആദ്യ ദിവസം തന്നെ അതിനെക്കുറിച്ച് പറയുക, അത്തരത്തിലുള്ള കമൻറ്റുകൾ, അങ്ങനെയുള്ള ഇത് കാണുമ്പോൾ ഇത് ഇന്ന താരം ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ വരിക, അവരവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുക. അപ്പം അത്തരത്തിലുള്ള ഫാൻ ഫൈറ്റും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതും കൂടി ഈ ഒരു താരങ്ങൾ തമ്മിലുള്ള സൗഹൃദം പറയുമ്പോൾ ഈ ആരാധകർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിനെ കുറിച്ചും പറയേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ആ സിനിമ കണ്ടിട്ട് ഒരാൾ വന്ന് കമൻറ്റ് ഇടുന്നത് നമുക്കത് നോക്കിയാൽ വളരെ വിസിബിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കമൻറ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം ഇയാൾ സിനിമ കണ്ടിട്ടൊന്നും ആയിരിക്കില്ല കമൻറ്റ് ചെയ്തിട്ടുണ്ടാകുക, വെറുതെ ഒരു ഫൈറ്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു വിദ്വേഷം വിളമ്പണം അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെയായിരിക്കും. പിന്നെ ഇപ്പോൾ വല്ലാത്ത രീതിയിൽ മതവും ഇതിൻ്റെ അകത്തേക്ക് വലിച്ചഴക്കുന്ന ഒരു രീതി കൂടി കാണുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും മലയാള സിനിമ എത്രയോ ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മൾ സിനിമാ പ്രേമികൾ എന്ന് പറയപ്പെടുന്നതിൽ ഒരു വിഭാഗം ഇപ്പോഴും ഫാൻസ് എന്ന രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഫഹദ് ഫാസിലൊക്കെ ഫാൻസ് അസോസിയേഷൻ വേണ്ടെന്ന് പറഞ്ഞതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് കൂടിയാണ്. നമ്മളിപ്പോൾ മുമ്പോട്ടേ കാണുന്നുണ്ട്. പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് മോഹൻലാൽ ഫാൻസ്, മമ്മൂട്ടി ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അന്ധമായിട്ട് പരസ്പരം തല്ലുകൂടുന്ന ആൾക്കാരുണ്ട്. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനെപ്പറ്റി പരമാവധി ഡിഗ്രേഡ് ചെയ്ത് മോശം പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ സിനിമയൊന്ന് പൊട്ടിക്കണം എന്നാലേ. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം നല്ല സിനിമകൾ വേണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരു സിനിമ പൊട്ടിയാൽ മറ്റേ സിനിമ നന്നാകൂ എന്നൊന്നുമില്ല. നല്ല സിനിമകൾ എല്ലാ കാലത്തും മലയാളികൾ കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുകളും ഇതൊക്കെ കണ്ടിട്ടെങ്കിലും ഇങ്ങനെയുള്ള ഇത് ഫൈറ്റ് നടത്തുന്ന മണ്ടരായിട്ടുള്ള ഫാൻസ് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. ഒരു വളരെ ബുദ്ധിശൂന്യമായ രീതിയിലാണ് അവർ പെരുമാറുന്നത്. അത്തരത്തിലുള്ള ഫാൻ ഫൈറ്റുകൾ ഇല്ലാതാവട്ടെ എന്ന് വിചാരിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ശരിക്കും നോക്കിയാൽ ടൊവിനോയും ബേസിലും തമ്മിലുള്ള ഒരു സൗഹൃദം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഗോദ മൂവി തൊട്ടിട്ടൊക്കെയാണ് ഇവരുടെ സൗഹൃദം വരുന്നത്. അതിനുശേഷമാണെങ്കിലും പരസ്പരം സിനിമകളിൽ ഇവർ ഒരുമിച്ച് എത്തുന്നുണ്ട്. ഇപ്പം മിന്നൽ മുരളി പോലുള്ള സിനിമകളൊക്കെ വലിയ രീതിയിൽ നാഷണലി വളരെയധികം ഫേമസ് ആയിട്ടുള്ള സിനിമകളാണ്. ഇനി മിന്നൽ മുരളി 2 വരുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. അപ്പം ഇവരുടെ ഒരു ബോണ്ട് ഈ സിനിമകളെയും വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതായത് ഒരു നായകനോട് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കാൻ ഒരു ഡയറക്ടർക്ക് സാധിക്കുക എന്ന് പറയുന്നത് അതിന് അവർ തമ്മിലൊരു ബോണ്ട് വേണം. ആ ഒരു ബോണ്ട് തന്നെയാണ് ബേസിലും ടൊവിനോയും തമ്മിൽ എപ്പോഴും നമുക്ക് കാണാൻ വരുന്നത്. ഇപ്പം സ്റ്റേജിലാണെങ്കിലും മുമ്പത്തെയൊക്കെ അഭിമുഖങ്ങളിൽ ഇവർ പരസ്പരം ഇരുന്ന് തగ్గടിക്കുന്നതും, അതുപോലെ മുമ്പൊരു അഭിമുഖത്തിൽ ബേസിലിൻ്റെയും ടൊവിനോയുടെയും ഇഷ്ടങ്ങളെ പരസ്പരം ചോദിക്കുന്ന സമയത്ത് ഭയങ്കര കറക്റ്റായിട്ടാണ് ഇവർ പറയുന്നത്. അപ്പം അത്രയും ഒരു പരസ്പരം ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ തമാശകൾ പറയുന്ന സമയത്ത് ഈ കൈ കൊടുക്കുന്ന സംഭവം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഷെയ്ക്ക് ഹാൻഡിന് ശേഷം പിന്നീട് കുറേ നാളത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഇത് തന്നെയായിരുന്നു. ഇതൊരു ലൂപ്പ് പോലെ, ഇത് വേറൊരു യൂണിവേഴ്സ്, ബേസിൽ യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിങ്ങനെ പോയി
പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഈ ഒരു സംഭവങ്ങൾ കൂടുതൽ ഇടുന്നത് ഈ ബേസിൽ തന്നെ ആയിരിക്കും. കാരണം ഒരു സമയത്ത് ഈ പൂക്കി അങ്ങനെയുള്ളൊരു ട്രെൻഡ് പുള്ളിക്കാരൻ പെട്ടെന്ന് കൊണ്ടുവരികയും കമൻ്റ് ഒക്കെ നോക്കുമ്പോൾ പിന്നെ നമ്മൾ തന്നെ പോയി നോക്കുമ്പോൾ എന്താ ഏതാ യൂണിവേഴ്സിറ്റി എന്താ ഈ ലാംഗ്വേജ് എന്നൊക്കെ കണ്ടെത്തിയിട്ട് അങ്ങനെയും പോകുന്നുണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന പോലെ തന്നെ അവിടെയും ബേസിൽ ആദ്യം എടുക്കുന്നത് ടോവിനോട് തന്നെയാണ്. ഒന്നെങ്കിൽ ടോവിനുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് അതുകൊണ്ട് തന്നെയാണ് ഈ എമ്പുരാന്റെ സമയത്ത് പൃഥ്വിരാജ് പറയുന്നത് ബേസിലിനുള്ളതായി എന്നുള്ളത്. അത് എന്തായാലും ഇപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ബേസിലിപ്പം ആ ഒരു പേര് വിളിച്ചിട്ട് തന്നെ വരും. ചിനോവോ എന്നുള്ള പേര് തന്നെ വിളിച്ചിട്ട് എന്തായാലും വരും എന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും ഉറപ്പാണ്. അതേപോലെ തന്നെ ടോവിനോ ഇപ്പം ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ബേസിൽ എന്നുള്ളൊരു സംവിധായകനെ അങ്ങനെ ഒരു സംവിധായകൻ ഇപ്പം സിനിമ ചെയ്യുന്നത് കുറേ വൈകിട്ടുണ്ട്. കാരണം 1-to-1 സിനിമ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ബേസിൽ. അപ്പം ഒരു സംവിധായകൻ കൂടി ഉണ്ട് ബേസിൽ. അപ്പം ഉള്ളിലെ സംവിധായകനെ നഷ്ടപ്പെടുത്തി കളയാതെ അത് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടെ പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ കരിയർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ നന്നാക്കാനുള്ള ഒരു രീതിയിലാണ് ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഈഗോ ഇല്ല എന്നുള്ളത് തന്നെയാണ്. മറ്റേയാൾ ഉയർന്നാലും ഞാൻ താഴില്ല, മറ്റേയാൾ ഉയർന്നു നിന്നാലും എനിക്ക് ഒപ്പത്തിന് എത്താൻ പറ്റുന്ന, എനിക്ക് കഴിവുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം തന്നെയാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ ബേസ് ആയിട്ട് വരുന്നത്. അതെ.